വെള്ളാപ്പള്ളി നടേശനെ SNDP യോഗം ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് നീക്കിയ ഉത്തരവിന് സ്റ്റേ. സിംഗിൾ ബെഞ്ച് ഉത്തരവ് സ്റ്റേ ചെയ്ത ഡിവിഷൻ ബെഞ്ച്. ഷപ്ന ചേരുന്നു വിവരങ്ങളുമായി. ഷപ്ന, വെള്ളാപ്പള്ളി നടേശനെ സംബന്ധിച്ച് ആശ്വാസകരമാണ്. എന്താണ് ഇപ്പോൾ ഡിവിഷൻ ബെഞ്ച് പറഞ്ഞിരിക്കുന്നത്? സ്വാതി, ഡിവിഷൻ ബെഞ്ച് ഏതായാലും സിംഗിൾ ബെഞ്ചിന്റെ ഉത്തരവ് സ്റ്റേ ചെയ്തിരിക്കുന്നു. എന്നാൽ കോടതിയുടെ അന്തിമ വിധിക്ക് വിധേയമായിരിക്കും ഇതിന്റെ ഫൈനൽ തീരുമാനം എന്ന് കോടതി പറഞ്ഞിട്ടുണ്ട്. വെള്ളാപ്പള്ളി നടേശൻ നൽകിയ ഹർജിയിലാണ് അല്ലെങ്കിൽ അപ്പീലിലാണ് ഡിവിഷൻ ബെഞ്ച് ഇപ്പോൾ ഇത്തരത്തിലൊരു ഇടപെടൽ നടത്തിയിട്ടുള്ളത്. വെള്ളാപ്പള്ളി നടേശൻ അപ്പീലിൽ പറഞ്ഞിരുന്നത് തന്നെ സിംഗിൾ ബെഞ്ച് തന്നെ അയോഗ്യനാക്കി, പ്രത്യേകിച്ച് ഈ SNDP യോഗത്തിന്റെ ഡയറക്ടർ ബോർഡ് അംഗങ്ങളെ അടക്കം അയോഗ്യരാക്കിയാണ് സിംഗിൾ ബെഞ്ചിന്റെ ഉത്തരവുണ്ടായിരുന്നത്. തുടർച്ചയായി 3 തവണ 3 വർഷം റിട്ടേൺസ് അടുപ്പിച്ച് ഫയൽ ചെയ്യാതിരുന്നത് ചൂണ്ടിക്കാണിച്ചായിരുന്നു സിംഗിൾ ബെഞ്ചിന്റെ ഉത്തരവ്. ഇത്തരത്തിൽ ഉത്തരവിടാൻ ഹൈക്കോടതിക്ക് അധികാരമില്ല. കാരണം കമ്പനി നിയമപ്രകാരം ഇത്തരത്തിൽ ഉത്തരവിടേണ്ടത് അല്ലെങ്കിൽ ഇത്തരമുള്ള കാര്യങ്ങൾ, സാങ്കേതികമായ കാര്യങ്ങൾ പരിഗണിക്കേണ്ടത് ട്രിബ്യൂണലാണ്. ഹൈക്കോടതി ഈ വിഷയത്തിൽ ഇടപെട്ടത് നിയമവിരുദ്ധമാണ് എന്ന് ചൂണ്ടിക്കാണിച്ചായിരുന്നു തുഷാർ വെള്ളാപ്പള്ളിയും അടക്കമുള്ളവർ അപ്പീലുമായി ഡിവിഷൻ ബെഞ്ചിനെ സമീപിച്ചത്. ഏതായാലും ഡിവിഷൻ ബെഞ്ച് ഇപ്പോൾ സിംഗിൾ ബെഞ്ചിന്റെ ഉത്തരവ് സ്റ്റേ ചെയ്തിട്ടുണ്ട്. ഇതിൽ വിശദമായ വാദം നടക്കും. വെള്ളാപ്പള്ളി നടേശനാണ് ഈ ഹർജി അപ്പീൽ നൽകിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ സർക്കാരിനോടും അതോടൊപ്പം തന്നെ ഈ SNDP യോഗവുമായി ബന്ധപ്പെട്ട ആളുകളോടും ഒക്കെ ഇതിന്റെ വിശദീകരണം തേടിയ ശേഷം വിശദമായ വാദത്തിന് ശേഷമായിരിക്കും അന്തിമ ഉത്തരവുണ്ടാകുക. ഈ അന്തിമ ഉത്തരവ് വരുന്നത് വരെ ഇപ്പോൾ ഏതായാലും നിലവിൽ സ്റ്റേ അനുവദിച്ചിരിക്കുന്നു. പക്ഷേ അന്തിമ വിധിക്ക് വിധേയമായിരിക്കും മറ്റു കാര്യങ്ങൾ എന്ന് ഡിവിഷൻ ബെഞ്ച് കൂട്ടിച്ചേർക്കുകയും ചെയ്തിട്ടുണ്ട്. ഷബ്ന, തുടരുക. മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത കൂടിയുണ്ട്. ചന്ദ്രബോസ് വധക്കേസ് കുറ്റവാളി മുഹമ്മദ് നിഷാമിന്റെ അപ്പീലിനെതിരെ സർക്കാർ. നിഷാം ക്രിമിനൽ പശ്ചാത്തലമുള്ളയാളെന്ന് സർക്കാർ സുപ്രീം കോടതിയിൽ വിശദമായ സത്യവാങ്മൂലം നൽകാൻ കോടതി നിർദ്ദേശിച്ചു. ഷബ്ന, ഇതിൽ എന്താണ് കൂടുതൽ വിവരങ്ങൾ? സ്വാതി, സുപ്രീം കോടതിയിൽ നിന്നുള്ള വാർത്തയാണ്. നിഷാം, നമുക്കറിയാം ചന്ദ്രബോസ് വധക്കേസിലെ പ്രതിയായ നിഷാമിന്റെ അപ്പീലാണ് സുപ്രീം കോടതി ഇന്ന് പരിഗണിച്ചത്. സംസ്ഥാന സർക്കാർ ഏതായാലും ഈ ജാമ്യം നൽകുന്ന കാര്യത്തിൽ ശക്തമായ എതിർപ്പ് തന്നെ കോടതിയെ അറിയിച്ചിട്ടുണ്ട്. കുറ്റവാളിയാണ്, ക്രിമിനലാണ് നിഷാം എന്ന നിലപാട് തന്നെയാണ് സംസ്ഥാന സർക്കാർ സുപ്രീം കോടതിയെ അറിയിച്ചിട്ടുള്ളത്. അതോടൊപ്പം തന്നെ ചന്ദ്രബോസിന്റെ ഭാര്യ ഈ നഷ്ടപരിഹാരം കോടതി വിധിച്ച നഷ്ടപരിഹാര തുക ലഭിച്ചില്ല എന്ന് ചൂണ്ടിക്കാണിച്ച ഒരു ഹർജിയും സുപ്രീം കോടതിയിൽ നൽകിയിട്ടുണ്ട്. നിഷാം നൽകിയ അപ്പീലിൽ കക്ഷി ഷപ്ന, വ്യക്തമാണ്.